മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും മുഖംമൂടി വലിച്ചു കീറപ്പെട്ടതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് CMRL നിന്ന് പണം കിട്ടിയതായും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. CMRL അഴിമതി കേവലം മാസപ്പടി കേസല്ല, കോടിക്കണക്കിന് രൂപയാണ് കമ്പനി കള്ളപ്പണമായി നൽകിയത്. ബാങ്ക് വഴി നൽകിയ കണക്ക് മാത്രമാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പണം വാങ്ങിയിട്ടുണ്ട്. CMRL എന്തിനാണ് ശതകോടിക്കണക്കിന് തുക നൽകിയത്? SFIയുടെ അന്വേഷണം കാര്യക്ഷമമാണ്. BJP മാത്രമാണ് പ്രകൃതി ചൂഷകരിൽ നിന്നും പണം വാങ്ങാത്തതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് CMRL കള്ളപ്പണമായിട്ട് നൽകിയിരിക്കുന്നത്. ഇതൊന്നും ബാങ്ക് വഴിയല്ല നൽകിയിരിക്കുന്നത്. ഇപ്പൊ ബാങ്ക് വഴി നൽകിയതിന്റെ വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. LDFിലെയും UDFിലെയും പ്രത്യേകിച്ച് CPMലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം വർഷങ്ങളായിട്ട് CMRL നിന്ന് കോഴ വാങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു, ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി ആവുമെന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. CPMലെ പല നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പ്രകൃതി ചൂഷണം നടത്തുന്ന കമ്പനികളിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപ എന്തിനാണ് അവർ കൊടുത്തത്? വർഗീയവാദികളെ LDFും UDFും പിന്തുണയ്ക്കുകയാണ്. നടക്കുന്നത് മൊത്തക്കച്ചവടമാണ്, രാഷ്ട്രീയ ധ്രുവീകരണമാണ് നടക്കുന്നത്. നേമത്ത് മാത്രമല്ല സാർ, ഞാൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും PFI UDFിനാണ് പിന്തുണച്ചത്. എല്ലാവർക്കും അറിയുന്നതല്ലേ. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000, 6000 സോളിഡ് വോട്ട് PFIക്കുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനും SDPIക്കും ഉണ്ട്. അവർ മൊത്തക്കച്ചവടമാണ് എല്ലാ കാലത്തും നടക്കുന്നത്. നേമത്ത് മാത്രമല്ല, മഞ്ചേശ്വരത്തും പാലക്കാട്ടും വർഗീയതയാണ് കേരളത്തിലെ LDFും UDFും, ഭീകരവാദികളെയാണ് കേരളത്തിലെ LDFും UDFും തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്തുണയ്ക്കുന്നത്. അതാണ് സത്യം. ചാനൽ ചർച്ചയിലെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് PC ജോർജിനെ സർക്കാർ വേട്ടയാടുകയാണ്. രാഷ്ട്രീയ വേട്ടയാടൽ തുടർന്നാൽ രാഷ്ട്രീയമായി നേരിടും. കോൺഗ്രസിൽ 6 മുഖ്യമന്ത്രിമാരാണ് തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുൻപേ. ഇങ്ങനെ പോയാൽ എന്താകും ഗതി? കോൺഗ്രസ് വിനാശത്തിലേക്ക് പോവുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ജനം, കോഴിക്കോട്.